ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ താരം പാവയ്ക്കാണ് കേട്ടോ. പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പയ്ക്ക. ഇത് വെച്ചിട്ട് ഒട്ടും കയ്പില്ലാതെ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയും പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കറുമുറ കഴിക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്ക കൊണ്ടാട്ടവുമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് കയ്പില്ലാത്ത പാവയ്ക്ക മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ 2 ചെറിയ പാവയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി ചെറുതായി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഈ തക്കാളിയും പാവയ്ക്കൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു സവാളയാണ്. അത് ഇതുപോലെ നല്ല നൈസായിട്ട് നുറുക്കി വെക്കുക. പിന്നെ കറിവേപ്പില. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കണം. ഇനി നമ്മുടെ കറിവേപ്പില അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂക്കണം. അതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലപോലെ സവാള മൂപ്പിച്ചെടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ച തക്കാളിയൊക്കെ ഇതിൽ ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ കൈപ്പയ്ക്ക കഷ്ണങ്ങൾ കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2 മിനിറ്റേ വേണ്ടുള്ളൂ. ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും തന്നെ വേണ്ട. പാവയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചു പോകും. അത്ര നല്ല ടേസ്റ്റാണ് ഇതിന്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക വെച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കാം. അതിനായിട്ട് 2 വലിയ പാവയ്ക്ക നല്ലതുപോലെ കഴുകി ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല വെയിലത്ത് ഒരു 2-3 ദിവസം ഇത് ഉണങ്ങാൻ വെക്കണം. ഇപ്പോൾ പാവയ്ക്ക നന്നായിട്ട് ഉണങ്ങി കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇത് കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതൊന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇത് വളരെ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. Bye.